ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ച തൊട്ട് ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് ഇങ്ങനെ ചിന്തയുണ്ട്, പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് താമസിക്കാതെ നമ്മൾ ഇടുന്നതായിരിക്കും, കാരണം ബാച്ചോറ് കൂടണമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ഒരു 11, 11:30, 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ സപ്താഹം നടക്കുകയാണ്. അപ്പോൾ ആ സൗണ്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കുക. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. അപ്പം എന്തായാലും സൗണ്ട് കേൾക്കും. അപ്പോൾ രാവിലെ തൊട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു ടൈമിലാണ് എനിക്ക് എടുത്താലോ എന്ന് തോന്നിയത്. അപ്പോൾ നമുക്ക് ഉച്ച തൊട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ആദ്യമേ അങ്ങ് അലക്കി തീർക്കാമെന്ന് കരുതി. അപ്പോൾ ഒരുപാടൊന്നുമില്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് കഴിഞ്ഞു. ഭയങ്കര വെയിൽ കാരണം മുറ്റത്ത് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയും തുണി കഴുകിയിട്ടുള്ളെങ്കിലും വിയർത്തൊരു പരുവായി. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്പലത്തിൽ സപ്താഹം നടക്കുമെന്ന്. അപ്പോൾ ഇനി നമുക്ക് കുളിച്ച് ചോറിനാൻ വേണ്ടി പോവാം. അപ്പം അമ്പലത്തിൽ പോകാൻ എന്തിനാ ഇത്രയും മേക്കപ്പ് എന്ന് വിചാരിക്കും. അവിടെ പോയി വെയിലത്ത് നല്ല ക്യൂവിൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അന്നേരം എന്തായാലും ഒരുങ്ങാണല്ലോ, ഈ പിന്നെ ഒരു ചടങ്ങായിക്കോട്ടെ, ഇതുകൂടെ ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓലയുടെ ക്രീം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ലോട്ടസിൻ്റെ സൺസ്ക്രീൻ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള സൺസ്ക്രീനാണ് കേട്ടോ. കാരണം എൻ്റെ മുഖത്ത് കുരു വരാത്ത ഒരു സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ അത് ലോട്ടസിൻ്റെ മാത്രമായിരിക്കും. കുറേ സൺസ്ക്രീൻ ഞാനിങ്ങനെ മാറി യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും എൻ്റെ സ്കിൻ കേട്ടിട്ടില്ല. ആകെ കൂടി കേട്ടത് ഈ ലോട്ടസിൻ്റെ സൺസ്ക്രീനിലാണ്. പിന്നെ ഞാൻ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. താഴെ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. ആ ഉറക്കത്തിൻ്റെ ലുക്കങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ മാത്രം ഐലൈനർ ഇട്ട് കൊടുത്തു. പിന്നെ പൊട്ടിടണമല്ലോ, പിരികം കൂട്ടിമുട്ടിയേക്കുന്നത് കൊണ്ട് മറ്റേ ഒട്ടിപ്പൊട്ടിടാൻ പറ്റത്തില്ല. ഞാൻ അല്ലാതെ ഐടെക്സിൻ്റെ പൊട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഐലൈനർ തന്നെ വെച്ചൊരു വരച്ച് വെച്ചിട്ടുണ്ട്. അരിഞ്ഞുണങ്ങിക്കൊണ്ട് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ആദ്യം വന്ന് വിളിച്ചപ്പോഴാണ് കേട്ടോ പിന്നെ ഒന്ന് സ്പീഡായത്. ഞാനൊരാളെ കാണിച്ചു തരാം. അമ്പലത്തിൽ പോകാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നതാണ് ചേച്ചിയുടെ മോൾ. അവൾ വന്ന് ഓരോന്ന് പറഞ്ഞ് എന്നെ കളിയാക്കൊണ്ട് നിൽപ്പുണ്ട്. അവളോടാണ് കേട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ പ്രത്യേകം പറഞ്ഞു, കുഞ്ഞാ എന്നെ വീഡിയോയിൽ കാണിക്കല്ലേന്ന്. അപ്പം ഞാൻ എന്തായാലും കാണിക്കുമെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് വലിച്ചിട്ട് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനിയും താമസിച്ചാൽ അമ്പലത്തിൽ ചോറ് കിട്ടത്തില്ല. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്, നല്ല വെയിലും ഉണ്ട്. കുടയൊന്നും എടുത്തിട്ടില്ല. അവിടെ ക്യൂ ആണ്. കുട കൊണ്ടുപോയാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. ഞാൻ കാണിക്കുന്നുണ്ട്. അവിടുന്ന് ഒന്ന് ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ആ വഴിയുടെ അപ്പുറത്താണ് നമ്മുടെ വീട്. അപ്പം ഇത്രയേ ഉള്ളൂ അമ്പലത്തിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത്ര കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ക്യൂവിലോട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ക്യൂ ആണ്. പക്ഷേ എന്നത്തെക്കാളും വലിയ തിരക്ക് ഇന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞങ്ങൾ തിരക്ക് കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെയാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. ആ സൈഡിൽ ഫുള്ളിങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മൾ ക്യൂ ആയിട്ട് വന്ന് എല്ലാം വാങ്ങിച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. ഇരുന്ന് കഴിക്കണോ നിന്ന് കഴിക്കണോ, പിന്നെ ഫാനുള്ളതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാനൊക്കെ കയറി കഴിഞ്ഞു. എന്തായാലും ചോറ് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ 2 കൈയും ഫ്രീ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോറ് കഴിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോസ് എല്ലാം അങ്ങ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ആദ്യമാണ് കേട്ടോ. ആദ്യം അങ്ങനെ വലിയ ഇടിയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോയിൽ. അപ്പം തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ക്യൂ നിൽക്കുന്നത് കണ്ടോ, അങ്ങേ അറ്റം വരെ ക്യൂ ആണ്. നല്ല ഉണക്കായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട്. പാത്രം കഴുകാനൊക്കെ വെള്ളം കുറവായിരുന്നു. പിന്നെ പുറത്തുനിന്നാണ് അങ്ങനെ ക്യൂ നിന്ന് തളർന്ന് നമുക്കും ചോറ് കിട്ടിയിട്ടുണ്ട്. പരിപ്പ്, പപ്പടം, അവിയൽ, ചോറ്, സാമ്പാർ, പുളിശ്ശേരി, എല്ലാ സാധനങ്ങളും നമുക്കും കിട്ടിയിട്ടുണ്ട്. പപ്പടത്തിന് അവിടെ അടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പപ്പടമുണ്ട്, 2 പേരുണ്ട്. അങ്ങനെ ഒരു പപ്പടം കൊണ്ട് അവർ തൃപ്തിപ്പെടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു പപ്പടം കൂടി കൊടുത്ത് അവരെ നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അന്നദാനം കൊടുക്കുന്നിടത്ത് ഷീറ്റിൻ്റെ പന്തലായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ വിയർത്ത് ഒഴുകുകയാണ് കേട്ടോ. അവിടെ ഫാനുണ്ടെങ്കിലും വെയിലിനും ഒരു കുറവില്ല, ചൂടിനും ഒരു കുറവുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ചോറ് എത്രയും വേഗം കഴിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കട്ടെ. അപ്പോൾ അടുത്തത് പായസം മേടിച്ചിട്ടുണ്ട്. നമുക്ക് പ്രഥമനായിരുന്നു കേട്ടോ, അടപ്രഥമനായിരുന്നു.
പഴം കിട്ടിയില്ല. പഴം അപ്പോഴത്തേക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് പഴം തീർന്നു പോയി. അപ്പോൾ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി പാത്രമൊക്കെ കഴുകി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് നമ്മൾ വലിച്ചിൻ്റെ വീട്ടിൽ ആ കാഴ്ച കണ്ടത്. മലയാളികൾക്ക് എയ്റോപ്ലെയിൻ, ട്രെയിൻ, ആന, JCB ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വികാരമാണല്ലോ. അപ്പോൾ JCB കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒന്ന് നിന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നു. ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി. ഇപ്പോൾ ടൈം ഏതാണ്ട് 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അകത്ത് തൂത്തിറക്കിയിട്ട് വേണം നമുക്ക് പുറത്ത് മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അപ്പം പിന്നെ നമുക്കൊന്നിനും ടൈം കിട്ടത്തില്ല. അപ്പോൾ ഇനി ശടപടേന്നായിരിക്കും കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഇവിടെ ഞാൻ അടിച്ചു വാരിയിട്ട് ഇനി മുറ്റത്തോട്ട് തൂക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി വിളക്കിലെടുക്കണം, കുളിക്കണം, അതൊക്കെ തന്നെയാണ് ഇനിയുള്ള പരിപാടീസ്. അപ്പോൾ ഞാൻ അകത്ത് തൂത്ത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം കരിയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് കരിയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് 4 സൈഡും ഇതുപോലെ ഒന്ന് തൂക്കാനുണ്ട്. ചിലർ രാവിലെ തൂക്കുന്നവർ കാണും, ചിലർ വൈകിട്ട് തൂക്കുന്നവർ കാണും. നമുക്കിവിടെ അങ്ങനെ നമ്മൾ പതിവൊന്നും വെച്ചിട്ടില്ല. കരിയില ഉള്ളപ്പോൾ നമ്മൾ രാവിലെ തൂത്താലും വൈകിട്ട് തൂക്കാറുണ്ട്. അപ്പോൾ തൂത്ത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കുളിച്ചിട്ട് വരണം. അപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ഇനി നമുക്ക് വിളക്കിലൊരുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ആദ്യം തന്നെ കിണ്ടിയിലും വെള്ളവും പൂവൊക്കെ കൊണ്ടുവയ്ക്കണം നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം നമുക്ക് വേഗം തന്നെ ടൈം പോകും കേട്ടോ. ഒരു ഇതുമില്ല, വേഗം തന്നെ ടൈം പോകും. പിന്നെ നമ്മൾ ദീപാരാധനയ്ക്ക് മുന്നെയാണ് കേട്ടോ വിളക്ക് കൊളുത്തുന്നത്. അടുത്ത അമ്പലം ഉള്ളതുകൊണ്ട് തന്നെ അമ്പലത്തിൽ റെക്കോർഡിടും. അപ്പോൾ ദീപാരാധന സമയമാകുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വിളക്ക് കത്തിക്കും. പിന്നെ എനിക്ക് മെയിനായിട്ടുള്ളൊരു പരിപാടിയാണ് വിളക്ക് കത്തിച്ച് നാമം ജപിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ന്യൂസ് ലൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ഗെയിം. അപ്പോൾ അതിൽ സമ്മാനമൊക്കെ ഉണ്ട്. എനിക്കിതുവരെ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും എനിക്കിത് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ എനിക്ക് പസിലൊക്കെ സോൾവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കുത്തിയിരുന്ന് ചെയ്യാറുണ്ട്. ഇത് എത്ര മെനക്കെട്ടാണെങ്കിലും ഞാനിതെല്ലാം കണ്ടുപിടിച്ച് അത് അയക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ 4 മണിക്കൊന്നും അല്ല കേട്ടോ ചായ കുടിക്കുന്നത്. എനിക്ക് എപ്പോഴാണ് ചായ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴാണ് ഞാൻ ചായ കുടിക്കാറ്. ഇവിടെ ഇട്ട് വയ്ക്കും. അമ്മയാണ് സാധാരണ ചായ ഇടാറ്. അപ്പോൾ അമ്മ ഇടുമ്പം എനിക്കുള്ളത് അവിടെ വെച്ചിരിക്കും. ഞാൻ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ചായ കുടിക്കാറ്. ചിലപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയാൽ കുടിക്കും, അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും കുടിക്കുക. എല്ലാവർക്ക് ചായ ചൂടോടെയൊക്കെ വേണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. തണുത്ത ചായ എന്നാലും ഞാൻ കുടിച്ചോളും. അപ്പോൾ റസ്ക്കും ചക്കവറ്റലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചായക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും ചോറാണ് കഴിച്ചത്. എനിക്ക് രാവിലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. ചപ്പാത്തി എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തിയുടെ കൂടെ ഞാൻ കറി ഇതൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി ഇതുപോലെ വെറൈറ്റി കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കിടക്കാനൊരു 11 മണി 11:30 ആവും. അപ്പോൾ അതുവരെ വേറെ ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.